വയനാട് മാനന്തവാടി പഞ്ചാരിക്കൊല്ലയിലെ കടുവയെ വെടിവെച്ചു കൊല്ലാൻ ഉടൻ ഉത്തരവിറങ്ങും. മരണപ്പെട്ട രാധയുടെ കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും ലഭ്യമാക്കാനും വയനാട്ടിൽ വന്യമൃഗ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. വയനാടിനെ പ്രത്യേക പ്രതിരോധ പാക്കേജ് നടപ്പാക്കുമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രനും കൂട്ടിച്ചേർത്തു. പഞ്ചാരക്കൊല്ലിയിലെ രാധയെ ആക്രമിച്ചു കൊല്ലുകയും ആറാട്ടി സംഘാംഗത്തെ ആക്രമിക്കുകയും ചെയ്ത കടുവയെ നരഭോജിയായി പ്രഖ്യാപിക്കും. തുടർച്ചയായ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വെടിവെച്ചു കൊല്ലാനുള്ള നടപടി ഊർജിതപ്പെടുത്തും. തോട്ടം, വനയോര മേഖലകളിലെ അടിക്കാട് നീക്കൽ തുടങ്ങിയ പ്രാഥമിക പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉടൻ നടപ്പാക്കാൻ യോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രി വനം മന്ത്രിയുമായി യോഗത്തിനിടെ ഫോണിൽ ചർച്ച നടത്തി. എല്ലാവിധ നടപടികളും സ്വീകരിച്ച് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാടിനായി പ്രത്യേക പാക്കേജാണ് വന്യമൃഗ പ്രതിരോധത്തിനായി സർക്കാർ നടപ്പാക്കുകയെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ആക്ഷൻ പ്ലാൻ നടപ്പാക്കിയിട്ടുണ്ടെന്നും അടിയന്തരമായി നടപ്പാക്കാൻ CCF-നെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു. എപ്പോൾ വേണമെങ്കിലും വെടിവെക്കാനുള്ള ഉത്തരവാണ് അതിലൂടെ ഇപ്പോൾ നമ്മൾ തീരുമാനമാണ് ഈ ഉന്നതതല യോഗം എടുത്തിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചത്. ഇതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. അദ്ദേഹവും ഇത്തരം നടപടികൾ അനിവാര്യമാണ് എന്ന് ഞങ്ങളെ അറിയിക്കുകയുണ്ടായി. വനയോര ജനവാസ മേഖലകളിൽ വന്യജീവികളുടെ സഞ്ചാരപാത നിരീക്ഷിക്കാൻ വനം പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തും. വന്യമൃഗങ്ങൾ കൂടുതലായി ഇറങ്ങുന്ന ജനവാസ മേഖലകളിലും പ്രശ്നസാധ്യത പ്രദേശങ്ങളിലും ഫെബ്രുവരി 1-നകം കൂടുതൽ AI നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും യോഗം തീരുമാനിച്ചു. ജില്ലയ്ക്ക് 100 ക്യാമറകളാണ് അനുവദിക്കുക. സംസ്ഥാനത്താകെ 400 AI ക്യാമറകൾ മാർച്ച് 31-നകം സ്ഥാപിക്കും. കൈരളി ന്യൂസ്, വയനാട്.